എല്ലാവർക്കും നമസ്കാരം മക്കളെ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കണ്ടല്ലേ, പച്ച ചക്ക കൊണ്ടൊരു വടയാണ്. അപ്പം ഈ വട ചക്ക ഏത് രൂപത്തിലും നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വട ഉണ്ടാക്കിയിരിക്കുകയാണ്. വളരെ രുചിയാണ്. ചക്കയ്ക്ക് വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണല്ലോ. അപ്പം ഈ ചക്ക ഏത് വിധേനയും നമുക്ക് പാകം ചെയ്ത് കഴിക്കാം. അതുപോലെ ഞാൻ ഇന്നൊരു പച്ചച്ചക്ക കൊണ്ട് വട ഉണ്ടാക്കിയിരിക്കുകയാണ്. വളരെ രുചിയാണ്. ചക്ക കഴിക്കാത്ത കുഞ്ഞുങ്ങളുമൊക്കെ ആസ്വദിച്ച് കഴിക്കും. അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഉള്ളും സ്പോഞ്ചും പുറമെ നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഒരു വടയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. 4 മണി പലഹാരമായിട്ടും കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന ഒരു വിഭവമാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇത് തയ്യാറാക്കി കഴിച്ചെങ്കിൽ ഇതിൻ്റെ ഗുണവും രുചിയും നമുക്കറിയാൻ പറ്റുകയുള്ളൂ മക്കളെ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. ഇത് ചക്കച്ചുള ആയത് കേട്ടോ. അത് വലിയ ചക്കയാണ്. അതുകൊണ്ടൊരു 15 ചുള കണക്കാക്കിയാണ് ഞാൻ കഴുകി എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ കുരുവെല്ലാം നീക്കിയിട്ട് നമ്മളിതിൻ്റെ ഈ ചുള മാത്രം എടുക്കണം. നമുക്കിതിൻ്റെ അതിൻ്റെ ചക്ക മാത്രം എടുക്കാം. നമുക്കതിൻ്റെ കുരു ഒന്ന് നീക്കം ചെയ്യാം. ചക്ക ഇങ്ങോട്ട് എടുക്കാം. കുരു ഇതേ രീതിയിൽ നമുക്ക് ചക്ക എല്ലാം ഇളക്കിയെടുക്കാം. ഇച്ചിരി പാടയുണ്ട്, അതൊക്കെ മാറ്റണം. പാടയെല്ലാം നീക്കം ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതേ രീതിയിൽ നമുക്കിനി ഇളക്കിയെടുക്കാം. ഇതേ രീതിയിൽ നമുക്കിനി കട്ട് ചെയ്തിടാം. നമുക്കിനി ഇത് മിക്സിക്കകത്തൊന്നും നമുക്കിതൊന്ന് അരച്ചെടുക്കണം. പൊടിക്കുന്നത് പറയാൻ പറ്റത്തില്ല, ഇത് ഉണങ്ങിയതല്ലല്ലോ, അപ്പം പച്ചയല്ല. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതേ രീതിയിൽ ഞാനൊന്ന് അരിഞ്ഞെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം നമ്മൾ ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് ഞാൻ ഈ മിക്സിക്കകത്തോട്ട് ഇത് മാറ്റുവാണേ. ഞാനൊന്ന് അരക്കട്ടെ. എന്നിട്ട് ബാക്കി അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കും. നമ്മുടെ ചക്ക ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഞാൻ ഈ പാത്രത്തിലോടൊന്ന് മാറ്റുവാണ്. ഇത് കൂഴച്ചക്കയാണ് കേട്ടോ, അതുകൊണ്ട് അത്രയും വെള്ളം. 1 സ്പൂൺ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ്. കണ്ടില്ലേ? ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഒരു ക്രിസ്പിയും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടാനാണ് കോൺഫ്ലവർ എടുക്കുന്നത്. ഒരു 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും അങ്ങിട്ട് കൊടുക്കുവാണ്. നമ്മൾ വട ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. പിന്നെ വേറെ നമ്മൾ ഈ മാവൊക്കെ ചേർക്കുന്നതിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഒരു 3 പച്ചമുളക് ഞാനാണ്ട് ഈ വലിപ്പത്തിൽ അരിഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ, നമുക്ക് എടുത്ത് മാറ്റാൻ വേണ്ടി, കടിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 സ്പൂൺ പെരുംജീരകവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു മണവും ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയാണേ. എന്നിട്ട് നമ്മൾ ഇതിനകത്തിന് വെള്ളം ചേർക്കേണ്ട, നമ്മുടെ ചക്കയുടെ വെള്ളമയം ഉണ്ടല്ലോ. അപ്പോൾ നമുക്കത് കുഴച്ചെടുക്കാം എല്ലാം നല്ലതുപോലെ. ആദ്യം ഈ തവി വെച്ചൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കൈ കൊണ്ട് ഇളക്കി ആ കൈക്കകത്തെല്ലാം മൊത്തമാകും. അപ്പോൾ നമുക്ക് ഈ തവി കൊണ്ടൊന്നിങ്ങനെ കൂട്ടി ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഇളക്കാം. ഇതേ രീതിയിൽ ഇതങ്ങ് മിക്സ് ചെയ്യണം. നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള വട ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ ചക്ക കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പുണ്ട് കേട്ടോ. ഉപ്പില്ലെങ്കിലും കൊള്ളരുത്, ഉപ്പ് കൂടിയാലും കൊള്ളരുത്. അപ്പോൾ നമുക്കിത് കണ്ടില്ലേ,
അപ്പോൾ ഈ സ്പൂൺ കൊണ്ടല്ല ഇതിനകത്തോട് നീക്കിയിട്ട് നമുക്ക് കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് കൂട്ടി കുഴയ്ക്കാം. ഇത് നമ്മുടെ കൈ കൊണ്ടൊന്ന് കൂട്ടി ഇളക്കണം. കുഴച്ചക്ക ആയതുകൊണ്ട് ഇച്ചിരി ലൂസാണ്. ഇതിലേക്ക് 1/4 സ്പൂൺ കായം ഞാൻ ചേർത്തായിരുന്നു. കാണിക്കാൻ ക്യാമറ അങ്ങ് ഓഫായിപ്പോയി. ഇനി ഒരു 15 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് വട തയ്യാറാക്കാം. അപ്പം നമുക്കിത് പരത്താം. അതുകൊണ്ട് ഈ പാത്രത്തിലേക്ക് ഒരിച്ചിരി എണ്ണ തൂത്ത് കൊടുക്കാം. എന്നാലേ എടുക്കാൻ ചിലപ്പോൾ പാടാണെങ്കിലോ. അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ദാണ്ട് ഇച്ചിരി കയ്യിൽ എണ്ണ തൂത്തിട്ട് ഇങ്ങനെ നമുക്ക് ഓരോന്നും പരത്തി വെക്കാം. നമുക്ക് ആ ചുടാനായിട്ടേ ഇതേ രീതിയിൽ പരത്തിങ്കിലേ നല്ല രീതിയിൽ മൂത്ത് കിട്ടത്തുള്ളൂ. ബോൾസ് ആയാൽ അത് വലിയ പാടായിരിക്കും മൂത്ത് വരാൻ ഉള്ളൊക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നാക്കി എടുത്തു വെക്കാം. പറഞ്ഞില്ലേ കൂഴച്ചക്ക ആയതുകൊണ്ട് ഇച്ചിരി ലൂസാണ്. വേണേൽ കുറച്ച് മാവ് കൂടെ നമുക്ക് ആഡ് ചെയ്താൽ ഒത്തിരി അങ്ങ് ആയിപ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ നമുക്കെല്ലാം ഇങ്ങനെ പരത്തിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ഒരു വട ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇതെന്ത് വടയാന്ന് പോലും ചോദിക്കത്തില്ല. അവർ ടേസ്റ്റായിട്ടും കഴിക്കും. ഇച്ചിരി ലൂസായതുകൊണ്ട് ഷേപ്പൊക്കെ ആവാൻ വലിയ പാട് കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും വരിക്കച്ചക്ക കൊണ്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ കൂഴച്ചക്കയായിരുന്നു, വരിക്കച്ചക്ക എല്ലാം തീർന്ന്. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് ഈ ചക്ക ഉള്ളപ്പോൾ ഞാൻ ഓർത്ത് ഇതിങ്ങനെയൊന്നും ചെയ്യാം. നല്ല ഒരു ഇഷ്ടം തോന്നി ഇങ്ങനെ ഇന്നൊന്ന് ചെയ്യണമെന്ന്. അങ്ങനെ അങ്ങ് ചെയ്യുവാണ് കേട്ടോ. ഇതിനിയും ഉണ്ടാക്കിയിട്ട് നമുക്ക് നമുക്കിത് പിന്നെ പരത്തി വെക്കാം. മക്കളെ, ഇത് അലുമിനിയത്തിൻ്റെ ചീനിച്ചട്ടിയാണ്. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു. അപ്പോൾ എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ട് നമുക്കിതിലേക്ക് ഓരോന്നും നമുക്ക് പിറക്കിയിട്ട് കൊടുക്കാം. ഇതിനകത്തൊരു 3 എണ്ണ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ 3 എണ്ണ വിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ അടുത്ത സൈഡ് തിരിച്ചിടാൻ പാടുള്ളൂ. അപ്പോൾ അത് മൂക്കട്ടോടെ കിടന്നു ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. രണ്ടും കൂടെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തെ മക്കളെ കറിവേപ്പിലയും ഞാൻ ഇട്ടില്ല കേട്ടോ. ഇവിടെ ഉണങ്ങിയ വാടിയ കറിവേപ്പിലയായിരുന്നു. നമുക്ക് കറിവേപ്പില ഇടാം, മല്ലിയില ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിതൊന്നും ഇട്ടില്ല കേട്ടോ. മക്കൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം അത് മൂപ്പിക്കാൻ. ഒരു സൈഡ് മൂത്തില്ല. നമുക്ക് നോക്കാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച് ഇത് ഇങ്ങനെ ഭയങ്കര ഇച്ചിരി ലൂസായതുകൊണ്ട് എന്തായി തീരും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം മക്കളെ, നമ്മുടെ ചക്ക വട താണ്ട മൂത്ത് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് നമുക്ക് മൂത്ത് കിട്ടി. ദാടാ ഞാൻ ഉദ്ദേശിച്ച പോലല്ല, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കണ്ടില്ലേ? ദാ ഇനി നമുക്ക് ഇതേപോലെ ഇതെല്ലാം ഇനി വറുത്തെടുക്കാം. ഇതാണ് ഇത് ഞാൻ അങ്ങോട്ട് കൊടുക്കുക. മക്കളെ, നമ്മൾ ലാസ്റ്റ് ഉള്ളതും പൊരിച്ചെടുത്തു. പൊരിച്ച് കഴിഞ്ഞ് നമുക്ക് ഇന്ന് പൊരിയെടുക്കാം. കണ്ടില്ലേ മക്കളെ, നമ്മുടെ ചക്ക വട എല്ലാം ഇവിടെ റെഡിയായി. കണ്ടില്ലേ? അപ്പോൾ ഈ ചക്കവട എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചക്ക കിട്ടുമ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.